ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയിൽ വെച്ചിട്ട് നമുക്ക് ഒരു 2 റെസിപ്പി ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ മുരിങ്ങയിൽ വെച്ചിട്ടുള്ളൊരു താളിപ്പാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു ഏരിയയിൽ എന്താണ് പറയുന്നത് ആക്ച്വലി അറിയില്ല. ഇവിടെ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല ഈ സംഭവം. ഞാൻ മലപ്പുറം ആ ഒരു ഏരിയയിലാണ് തോന്നുന്നത് കൂടുതലും ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം ഞാനത് നോക്കി ഒന്ന് കോപ്പി അടിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് വീഡിയോസൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ടൊക്കെ കിടക്കാം കേട്ടോ. ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈക്വലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി നമ്മളുടെ താളിപ്പിലേക്കും പിന്നെ ബാക്കി പകുതി മുരിങ്ങയില എന്താ പറയുക ഉപ്പേരിയിലേക്കുമാണ് കേട്ടോ. ചിക്കുക എന്നാണ് ഇവിടെ പറയുക, മുരിങ്ങയില ചിക്കുന്നതിലേക്ക്. അപ്പം അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകുമാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഒരു 2-3-4 അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ നേരെ മുരിങ്ങയിലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പുറത്തെ വീട്ടിൽ മുരിങ്ങയിലേൻ്റെ മുരിങ്ങ മരം ചെരിഞ്ഞ് വീണ് മഴയത്ത്. അപ്പം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയി എടുത്തതാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ മുരിങ്ങ മരം ഇല്ല. അപ്പം അത് പോയി പറിച്ചുകൊണ്ടൊന്ന് കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു. അതൊന്ന് എടുക്കൽ ഇത്തിരി പണിയാണല്ലോ, ഇല വേർതിരിച്ചെടുക്കൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില നന്നായി ഒന്ന് വാടി വന്ന ശേഷം ഒരു കപ്പോളം കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ളതാണ്. കഞ്ഞിക്കലത്തിൽ നിന്ന് നേരിട്ട് ഞാൻ എടുത്തിട്ട് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മളുടെ താളിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. താളിപ്പിൽ അവിടെ തിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചേർക്കുമ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ നല്ല ഫ്ലേവർ, ചുവന്നുള്ളിൻ്റെ ഫ്ലേവർ എടുത്ത് കാണിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. സാധാരണ ചുവന്നുള്ളി മിക്കവരും ചെയ്യുന്നത് ഞാൻ കണ്ടത് ചുവന്നുള്ളി ആദ്യം താളിച്ച് അതിൻ്റെ അകത്ത് നേരെ മുരിങ്ങയില ചേർത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ താളിപ്പ് ഉണ്ടാക്കുന്നത്. ഞാനൊന്നും കൂടെ ഒന്ന് മാറ്റി ചെയ്തതാണേ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് കുറച്ച് നേരം ഇരുന്നിട്ട് വേണം നമ്മൾ താളിപ്പ് ഒഴിച്ച് കൂട്ടാൻ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ, മുരിങ്ങയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ആ ചാറിൽ വരുള്ളൂ. അപ്പം അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആ സെയിം ചട്ടി തന്നെ കടുക് പൊട്ടിച്ച് അടുത്ത് ഉപ്പേരിക്കുള്ളത് റെഡിയാക്കുവാണ് കേട്ടോ. നമ്മൾ ചുവന്നുള്ളി നേരെ ചേർക്കുവാണ്. അതിന് മുന്നായിട്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് ഒരു പച്ചമണം പോകുമ്പോഴേക്കും നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ബാക്കി ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരുന്ന ചുവന്നുള്ളി അതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. വല്ലാതെ ഒന്ന് വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാകും കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുന്നുണ്ട്. ഈ സമയത്ത് തീ കുറച്ച് കൂടുതലാണ്, അതാണ് പുക വരുന്നത് കേട്ടോ. പിന്നെ ഈ ചട്ടി വേഗം അടി പിടിക്കും. അപ്പം ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുവാണ് കേട്ടോ. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, അവരോടും കൂടിയാണ് കേട്ടോ. അപ്പം ഇതാ ഞാൻ എരിവിന് പോരാ എന്ന് തോന്നിയപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതിന് എരിവുണ്ടാവില്ല, പക്ഷെ നല്ല കളർഫുള്ളായിരിക്കും കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ഒരു അരമുറിൻ്റെ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇപ്പം ചേർത്തിട്ട് നന്ന് വാട്ടി കൊടുത്തിട്ട് നമ്മളുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് മുരിങ്ങയില ഒന്ന് യോജിപ്പിച്ച ശേഷം ആണ് ബാക്കി തേങ്ങ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
മുരിങ്ങയിലൊന്ന് നന്നായി ഒന്ന് വാടി വന്ന് എന്ന് കാണുമ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ച് ആ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആദ്യമേ തേങ്ങ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നേരെ തട്ടുവാണല്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ആദ്യമേ ചേർക്കാം. അത് കഴിഞ്ഞ് അവസാനം ഇറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് തേങ്ങ കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആവും കേട്ടോ. അത് ചെറിയൊരു ടിപ്പാണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മുട്ട കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പം നടുവിലൊരു കുഴിയൊക്കെ ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ നന്നായിട്ട് അതിൻ്റെ അകത്ത് തന്നെ കയ്യിലുപയോഗിച്ച് ചട്ടക ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചിക്കി എടുക്കണം. എന്നിട്ട് പയ്യെ നമ്മുടെ മുരിങ്ങയിലയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മളുടെ മുരിങ്ങയില. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം താളിച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ ഉപ്പേരിയായിട്ട് കഴിക്കുന്നതും ഒക്കെ നമുക്ക് ഹെൽത്തിന് വളരെ എന്താ പറയുക നല്ലതാണ് കേട്ടോ. നമ്മൾ നോൺ വെജിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു സോഴ്സാണ് കേട്ടോ നമ്മളുടെ മുരിങ്ങയില. നോൺ വെജിൽ നമ്മൾ പാല് എഗ്ഗൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ആണ് വെജിൽ നമ്മളുടെ ഈ മുരിങ്ങയില കേട്ടോ. അപ്പം പൈൽസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇലക്കറികൾ കൂടുതലൊക്കെ കഴിക്കാൻ വേണ്ടി പറയുമല്ലോ. അപ്പം അവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ ഒരു സംഭവം. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു മുരിങ്ങയിലൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ നമ്മളുടെ എന്താ പറയുക ഹെൽത്തിൽ. അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് മുരിങ്ങമാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി വേഗം പൊട്ടിച്ചിട്ട് വന്ന് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും പറയാൻ മറക്കണ്ട. ഞാൻ പറഞ്ഞതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. അപ്പം നമ്മളുടെ മുരിങ്ങയില ഒലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് മുരിച്ച പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം മുരിക്കേണ്ട ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വാടി വന്നാൽ മതിയാവും. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇങ്ങനെ മുരിഞ്ഞെടുക്കണതാണ് അവർക്ക് ഇഷ്ടം. അപ്പം അങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നമ്മളുടെ ഉപ്പേരി, പിന്നെ നമ്മളുടെ മുരിങ്ങയില ചാറും മുരിങ്ങയില താളിപ്പും ഞാൻ നടുക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചാറ് കറിയായിട്ട് നമുക്കൊന്ന് മീൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും കൂടെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കുവാണ് കേട്ടോ. മക്കൾക്ക് ഞാൻ കൊടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ.